ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം നല്ല ബെഡ്ഷീറ്റായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ വലുതായിട്ട് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്താൽ അത് അത്രയ്ക്കും അങ്ങോട്ട് റെക്കോർഡായില്ലെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഞാനത് 189 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് 192 രൂപയായി കേട്ടോ. എന്തോ സാധാരണ എനിക്കങ്ങനെ വരാറില്ല. ഫ്ലിപ്കാർട്ടിൽ പ്രാവശ്യം പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞൊരു 3 രൂപ എടുത്തു. പിന്നെ ഞാനത് കാര്യമാക്കിയില്ല, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഞാനത് നോക്കാൻ നിന്നില്ല. അപ്പം ഇതാണ് ബെഡ്ഷീറ്റ്. ഒരു വൈറ്റാണ് ബേസ് വരുന്നത്. ഇത് 2 പില്ലോ കവർ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ. പില്ലോ കവറിൽ ബ്ലാക്ക് അങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ആ ഡിസൈൻ തന്നെ ഞാനിത് കിങ് സൈസ് ബെഡിൻ്റെ വലിയ ഫാമിലി കോട്ട് ബെഡിൻ്റെ ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. കിങ് സൈസിൽ കൂടിയ ബെഡ്ഷീറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കിങ് സൈസിൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടുക്ക് ഒരു ഫ്ലോറിലും അറ്റത്ത് മൊത്തം വൈറ്റ് ബേസാണ്. എന്നിട്ട് രണ്ടറ്റത്തും പില്ലോ കവറിൻ്റെ പോലെ തന്നെ ഒരു ഡോട്ടായിട്ടുള്ള ഈ കൊമ്പൊക്കെ വരയ്ക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് നിങ്ങളെ അങ്ങനെ ഇട്ട് ഇതിൽ നല്ലത് കട്ടിലായിട്ട് വിരിച്ച് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് കട്ടില വിരിച്ചിട്ടുണ്ട്. അപ്പം ഫാമിലി കോട്ട് ബെഡായിട്ട് പോലും ഇത്രയും നമുക്ക് താഴോട്ട് വീതി കൂടുതൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഡിസൈനും, നടുക്ക് വശത്ത് ഒരു 2 ലൈൻ പൂവിട്ട് നടുക്ക് നല്ലൊരു ബ്ലൂവും ആഷും ചെറിയ ഒരു ഔട്ട്ലൈനായിട്ട് ചെറിയ രീതിയിലൊരു ബ്ലാക്കും വരുന്ന ഷെയ്ഡിലുള്ള ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് കോട്ടൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടൺ ബെഡ്ഷീറ്റല്ല കേട്ടോ, കംപ്ലീറ്റ്ലി കോട്ടൺ അല്ല. എനിക്ക് എന്തോ അതിലൊരു പേര് കൊടുത്തിരുന്നു, മൈക്രോ ഫൈബ്രോ അങ്ങനെ എന്തോ ഒരു പേര് കൊടുത്തിരുന്നു. സോറി, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളത് ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് കയറുമ്പോൾ തന്നെ കാണും. പക്ഷേ ഞാനിതിൻ്റെ നേരത്തെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പക്ഷെ അന്നും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷെ അത് ഭയങ്കര സോഫ്റ്റും ഭയങ്കര കൂളിങ്ങും ഉള്ള ഒരു മെറ്റീരിയലായിരുന്നു. അതുകൊണ്ടാണ് കോട്ടൺ അല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് കരുതി ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിച്ചത്. പക്ഷേ ഇതിന് എനിക്ക് അത്ര കൂളിങ് തോന്നിയില്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോർമൽ ഒരു ബെഡ്ഷീറ്റ്. അപ്പം എനിക്ക് ആ കൂടി തോന്നിയത് കുറച്ച് വണ്ണമുള്ള തലവണ്ണ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ കൂടെ കിട്ടിയ പില്ലോ കവറിന് ഒരിച്ചിരി സൈസ് ഇഷ്യൂ തോന്നി. പില്ലോ കവർ ബില്ലൊക്കെ ഇട്ട് ഇങ്ങനെയാണ്. അതർവൈസ് ഒരു കുഴപ്പമില്ല. ബെഡ്ഷീറ്റിന് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ ഞാനതിൻ്റെ സൈഡ് ഫ്രില്ലുള്ള ഇപ്പം കൂടുതലും എലാസ്റ്റിക്കുള്ള സാധനമാണല്ലോ വരുന്നത്. ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല, കാരണം എനിക്ക് വേറൊരു പ്ലാനുണ്ട്. അത് വഴിയെ പോകുന്ന ഒരു വീഡിയോസിൽ പറയാം. ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് കുറച്ച് വേറെ രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിതിൻ്റെ ഫ്രില്ല് വെച്ചതൊക്കെ കിട്ടും, അതൊക്കെ നോക്കുക. ഇത് ഫ്രില്ല് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഒരുപാട് എക്സ്ട്രാ അങ്ങോട്ടും തുണി ഉള്ളതുകൊണ്ട് നമുക്കത് മടക്കി വെക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ